ന്യൂസിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം നാവികാസ്ഥാനത്തേക്ക് പുറപ്പെടും. പിന്നീടാണ് അദ്ദേഹം പല പരിപാടികളിൽ പങ്കെടുക്കുന്നത്. മറൈൻ ഡ്രൈവിലുള്ള ധീവരസഭയുടെ ഗോൾഡൻ ജൂബിലി, ഒപ്പം തന്നെ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം, അത് കല്ലൂരിൽ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ പങ്കെടുക്കുന്നു. അതിപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമായി കൂടി മാറിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. വിശദാംശങ്ങളുമായി വിപിൻ സി വിജയനുണ്ട്. വിപിൻ, അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടികൾ എങ്ങനെയാണ്? അദ്ദേഹം അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം നാവികാസ്ഥാനത്തേക്ക് പുറപ്പെട്ടോ? അനുജ, വളരെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. അതിനുശേഷം ഇനി നേവൽ ബേസിലേക്ക് ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം എത്തുക. അവിടെ നിന്ന് റോഡ് മാർഗം ആദ്യ പരിപാടി നടക്കുന്ന മറൈൻ ഡ്രൈവിലേക്ക് എത്തും. മറൈൻ ഡ്രൈവിൽ ഏകദേശം ഒരു 12:30 കൂടിയാണ് ആദ്യത്തെ പരിപാടി. ധീവരസഭയുടെ സുവർണ്ണ ജൂബിലി ആഘോഷത്തിൽ പ്രധാനമന്ത്രി ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം അദ്ദേഹം ഈ കലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തും. ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിന്റെ മുൻവശത്താണ്. ഇവിടെ നിന്നും ആദ്യ റോഡ് ഷോ, അതായത് ഈ കലൂർ സ്റ്റേഡിയത്തിന്റെ മുന്നിൽ നിന്ന് ഏകദേശം ഉള്ളിലേക്ക് ഒരു 300 മീറ്ററോളം വരും. ഇത്രയും ദൂരമാണ് റോഡ് ഷോ. അദ്ദേഹത്തിന് അങ്ങനെ തുറന്ന ജീപ്പ്, അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ള തുറന്ന ജീപ്പ് തയ്യാറായിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അതിന് തൊട്ട് വലതുവശത്തായിട്ട് കാണുന്ന ആ സ്റ്റേജിലാണ് ആദ്യത്തെ പരിപാടി നടക്കുന്നത്. അത് ഒരു 1:30 കൂടി കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനം, ഇപ്പോൾ തന്നെ വിവാദത്തിലായിരിക്കുന്ന കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനം അവിടെ വെച്ചാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. 5500 കോടിയിലധികം രൂപ ചെലവിൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കൊച്ചി റിഫൈനറിയിൽ സ്ഥാപിക്കുന്ന പോളി പ്രൊപ്പലിൻ യൂണിറ്റിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കുന്നു. ഒപ്പം തന്നെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് 2650 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മുംബൈ കന്യാകുമാരി എക്കണോമിക് കോറിഡോറിന്റെ ഭാഗമായുള്ള തലപ്പാടി ചെങ്കള സെക്ഷൻ 6-വരിപ്പാത, അതുപോലെ തന്നെ വെങ്ങളം രാമനാട്ടുകര 6-വരിപ്പാതയായി നവീകരിച്ച ബൈപ്പാസ്, ഇതിന്റെയൊക്കെ തന്നെ ഉദ്ഘാടനം ഇവിടെ വെച്ച് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. പല പ്രധാനപ്പെട്ട പദ്ധതികളുടെയും ശിലാസ്ഥാപനവും ഉദ്ഘാടനവും ഉണ്ട്. അതിനുശേഷമാണ് NDAയുടെ പ്രധാനപ്പെട്ട പൊതുസമ്മേളനം നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.